Ladies and gentlemen, Malayalis, welcome back to yet another video. We are reacting to Kaduva. കുറച്ച് കമൻറ്റ്സ് നോക്കാം. ഫൈനലി ബ്രോ ലോൾ തോട്ട് യു ഫോർഗോട്ട് മിസൈസ് വിസ്പർ 84 ബ്രോ. യൂട്യൂബേഴ്സിൻ്റെ ഒരു തിങ് എന്ന് വെച്ചാൽ യൂട്യൂബർ നെവർ ഫോർഗെറ്റ്സ് ഇറ്റ്സ് ഇനീഷ്യൽ സബ്സ്ക്രൈബേഴ്സ്. അത് റീസെൻ്റ്ലി മിസ്റ്റർ ബീസ്റ്റ്, ഞാൻ മിസ്റ്റർ ബീസ്റ്റ് ആണെന്നല്ല, ഞാനൊരു ഇത് പറഞ്ഞതാണ്, ഒരു സാമ്യം പറഞ്ഞതാണ്. മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഏതൊരു ഇനീഷ്യൽ സബ്സ്ക്രൈബർ കുറേ നാൾക്ക് ശേഷം പുള്ളിക്കാരൻ നല്ല ഫോളോവേഴ്സ് ഉണ്ടായ സമയത്ത് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് റെസ്പോൺസ് കൊടുത്തു. അല്ല, അങ്ങനെയല്ല, ഞാൻ ആക്ച്വലി സബ്സ്ക്രൈബേഴ്സിനെ ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് കാണുന്നത്. കാരണം ഈ യൂട്യൂബ് എന്ന് പറയുന്നൊരു പ്രൊഫഷൻ ഭയങ്കര റെസ്പെക്റ്റബിൾ പ്രൊഫഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോസ്. ഞാൻ സിനിമ കണ്ടുകൊണ്ടാണ് വ്യൂസ് ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് നോട്ട് വെരി റെസ്പെക്റ്റബിൾ. അങ്ങനെ വ്യൂസ് തരുന്നത് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സോ ഐ എം ഹാപ്പി ഫോർ എവറി വൺ ലൈക്ക് സപ്പോർട്ടിങ് മീ, എസ്പെഷ്യലി മൈ ഇനീഷ്യൽ സബ്സ്ക്രൈബേഴ്സ്. കാരണം വിസ്പറും ധ്യാനും ഒക്കെ സജസ്റ്റ് ചെയ്ത കുറച്ച് മൂവീസ് കൊണ്ടാണ് എൻ്റെ വ്യൂസ് കൂടിയത്. അപ്പോൾ നിങ്ങൾ റെക്കമെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെ എത്താൻ കുറേ ടൈം എടുത്താണ്. സോ അപ്രീഷിയേറ്റ്, യു ആർ സോ ഫണ്ണി. ഞാൻ ആദ്യം വിചാരിച്ച എനിക്കുള്ള കമൻറ്റാണ്, പക്ഷേ ചേച്ചിക്കുള്ള കമൻറ്റാണ്. ഐ എം ഗോയിങ് ടു ലെറ്റ് ഇറ്റ് പാസ്. ചേച്ചിയുടെ കമൻറ്റ് കണ്ടിട്ട് കൊത്തിയാവുന്നു. എനിക്ക് അങ്ങനത്തെ കമൻറ്റ്സ് ഒന്നും കിട്ടാറില്ല ബ്രോ. അടുത്ത കടുവ മതി, മാസ് ഫിലിമാണ്. റിൻഷാൻ അല്ലേ പുള്ളിയുടെ പേര്? റിൻഷാൻ ഭയങ്കര ഹൈപ്പാണല്ലോ. പിന്നെ പൃഥ്വിരാജ് ആയതുകൊണ്ട് എനിക്കും കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് വി ആർ ഡൂയിങ് കടുവ നൗ. ഞാൻ IMDb റേറ്റിംഗ് ഒക്കെ നോക്കി 6.1 out of 10. ദാറ്റ് ഈസ് ഫൈൻ. ഐ മീൻ ഇറ്റ് കുഡ് ബി ബെറ്റർ, ബട്ട് ഗൂഗിൾ യൂസേഴ്സ് റേറ്റിംഗ് ഇസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദാറ്റ്, 7.74. അത് ഫാൻസ് ബൂസ്റ്റ് ചെയ്താവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം പൃഥ്വിരാജിൻ്റെ ഫാൻ ബേസ് ലൈക്ക് കമ്പയർ ടു ആവറേജ് ആക്ടർ കുറച്ചുകൂടെ കൂടുതലാണ്. ഞാനും ഒരു പൃഥ്വിരാജ് ഫാനാണ്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട് വിത്തൗട്ട് ഫർദർ അഡു. എനിക്കൊരു വിവേക് ഒബ്രായനെ ഞാൻ കാസ്റ്റ് കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഫിലിം ലൂസിഫർ ആയിരുന്നു എന്ന്, പക്ഷേ അല്ല, അതതിന് മുന്നത്തെയാണോ? 2022. യാ, ഓക്കെ. സോ വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഓക്കെ. എന്റെ വള്ളിയങ്കാവിൽ അമ്മേ കാത്തോളനെ. ആരാടാ നിന്റെ നാട്ടിലൊരു കുര്യൻ? കുര്യനോ? ആ, കുര്യൻ കോരുത്. കുര്യൻ കോരുത് വല്ല പുതിയ പിള്ളേരായിരിക്കും സാറേ. എന്നാ വല്ല പിടിച്ചു പറിയും വന്നോ? ചിലപ്പോ നിനക്കറിയായിരിക്കും. കുരിയാച്ചൻ, കടുവാക്കുന്തേ കുരിയാച്ചൻ, കടുവാന്ന് വിളിക്കും. വള്ളിയങ്കാവിൽ അമ്മേ കടുവാ കുര്യാച്ചൻ ചേട്ടനോ? സാറേ, ഈ കുര്യന്നും കോരുതെന്നൊക്കെ പറഞ്ഞാ നമുക്ക് എങ്ങനെ മനസ്സിലാവും? കടുവ കടൻ അന്തോണിയുടെ കട പ്രത്യേകം പറഞ്ഞ് തയ്പ്പിക്കുന്ന ജുബായും നല്ല വടിവൊത്ത ചുട്ടിക്കര മുണ്ടും പിണ്ടിക്കുരിശ് മാലയൊക്കെ ഇട്ട് 1 2 3 ബെൻസൈല് കുരിശുപള്ളി കവലെ വന്ന് ഇറങ്ങുന്ന ഒരു ഇറക്കമുണ്ട് കുര്യാച്ചൻ ചേട്ടൻ്റെ. ഓ, കണ്ണെടുക്കാൻ തോന്നുകയല്ല സാറേ, പറഞ്ഞാ അറിയും. സാറേ, ശങ്കരൻ പറയുന്നത് കേട്ടിട്ടേ വരുന്നോൻ VVIP ആണെന്നാ തോന്നുന്നേ. ആവട്ടടോ, കൊറേ ആയില്ല അങ്ങനെ ഒരു മലങ്കോൾ ഇവിടെ വന്ന് കയറിയിട്ട്. അതും ശരിയാ. ഡോ, താൻ പറഞ്ഞ നേരാ. വരുന്ന VVIP തന്നെ. എറണാകുളത്ത് നിന്ന് കടക്കനാ വിളിച്ചിരുന്നേ, IG മാത്തം കടക്കൻ. അവൻ സ്വന്തം ആളാ, അവൻ ഒരു കുറവും വരാതെ നോക്കിക്കോളണമെന്ന്. ഞാൻ പറഞ്ഞില്ലേ സാറേ, കള്ളനാന്നേലും ശങ്കരൻ അങ്ങനെ വെറുതെ ചെയ്യല. ഹലോ സാർ. സാർ. ഓ സാർ, ശരി സാർ. തെക്കുന്നോ? ആ, അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് IG ജോസഫ് ചാണ്ടി കൊട്ടാരക്കര സബ് ജയിലിൽ നിന്ന് കുറച്ച് നൊട്ടോറിയസ് ഗുണ്ടകളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. ഇന്നൊരു ദിവസം അവന്മാർ എന്നാതൊക്കെ കാണില്ലെന്ന് വെച്ചേക്കണോ? അത്ര മനസ്സിലായില്ല ഇല്ലയോ? അങ്ങനായിരുന്നു. അതേനെ, പണി എന്തായിരുന്നാലും അമ്മാരത് ഇന്ന് തന്നെ നടത്തുകയും ചെയ്യും. അതാണ് നമ്മളത് കണ്ണടയ്ക്കാൻ പറഞ്ഞത്. നമ്മൾ ഇനിയിപ്പോ ആരോടൊപ്പം നിൽക്കോടൂ? DGP പവർ അയാൾക്കെന്ന് അറിയാലോ. അയാള് വിചാരിച്ച നമ്മുടെയൊക്കെ തൊപ്പി അങ്ങ് 18ാം പടിക്കിരിക്കും. അത് മറക്കണ്ട. ഒന്നും പേടിക്കണ്ടേ, ഞാനല്ലേ പറയുന്നേ. ചെല്. കോമഡി സ്റ്റാർസ് കൂടെ വന്നിട്ട് ഫിലിം ഇൻഡസ്ട്രി കയറി കുറെ നല്ല ആക്ടേഴ്സ്. എന്റെ പേര് വർക്കിന്നാന്നേ. ഭക്ഷണശാല കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ. സ്കൂളിലെ മുന്നേ അധ്യാപകനാ. ഓ, IG കടക്കൻ സാറ് പറഞ്ഞായിരുന്നു ഇതിവിടെ ഏൽപ്പിക്കാൻ. നോക്കാണ്. ഓ, അയാൾ ഇതേ വലിക്കുള്ളോ? അയാൾ വരുമ്പോ ഞാൻ ഇതൊക്കെ കൊടുത്തേക്കാം. ഓ, താങ്ക് യു സാർ. ഓ ഓ, കുരിയാച്ചന്റെ ചുരുട്ട് വലിച്ചാ മതിയായിരുന്നു. കുരിയച്ചനാണെങ്കിൽ വലിച്ചിരിക്കും.
ചാക്ക് മജീദ്, മൂന്നാമത്തവൻ പങ്കായ സുനിൽ. ഓരോരുത്തന്റെയും ഇയാളുടെ പേര് പേരിൽ 4-5 കൊലക്കേസുകളാ. പന്തളത്തൊരു സ്വർണ്ണക്കടക്കാരനെ കുത്തിക്കൊന്ന കേസില് കുറച്ചു നാളായിട്ട് അകത്താ. സാറിന് കുരിയാച്ചൻ ചേട്ടനെ ശരിക്കറിയാൻ മേലാത്തോണ്ട് പറയുന്ന അവിടെ ഇതൊന്നും ഒരു പണിയേ അല്ല. അത് എന്നെ കടുവയാ. എനിക്ക് ലെൻസ് ഫ്ലെയറും അത് ജുബയും മനസ്സിലായോ? ആരാ? ഞാൻ ശങ്കരൻ. അതോടെ വിളിക്കുന്നു. പോട്ടോ, ഞാനിവിടെ ഉണ്ട്. ഓ വേണ്ട സാറേ, ഞാൻ നിന്നോളാം. കുര്യാച്ചനെ കുറിച്ച് ഞാൻ മുന്നേ ഭയങ്കര respect കേട്ടിട്ടുണ്ട്. ആണല്ലോ. 10-20 കൊല്ലം മുന്നേ അന്നത്തെ പാല എസ് എ ബെഞ്ചമിൻ സാറിനെ കവലയിലിട്ട് താൻ തല്ലിയെന്ന് ഉള്ളതാണോ? പെങ്കൊച്ചിനോട് പിറപ്പേട് കാണിച്ച കഹിം കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ സാറേ? അന്ന് പിന്നെ അപ്പനുള്ള കാലമായിരുന്നോണ്ട് ശിവനും അല്ല, അറിയാതെ വെറുതെ എങ്ങനെ തല്ലി ചതയ്ക്കൂല. അപ്പൊ ഇപ്പൊ അപ്പനില്ല അല്ലയോ? കുളിയിട്ടേ ഉള്ളൂ. കേട്ടോ, എന്നെ അറിയോ? ഇല്ല. ഞാൻ ശങ്കരൻ. 6 താമസിച്ചിരുന്ന കൊല്ലം ചാത്തന്റെ മോൻ കള്ളൻ ശങ്കരൻ. ആ നീയോ? ഓ. നീ ഇപ്പൊ ഇവിടെ ആയിരുന്നു. ആ. ഇന്നാളാരണ്ട് പറയുന്ന കേട്ടല്ലോ, വിയൂരെങ്ങാണ്ടാണെന്ന്. ഓ, ചെറിയൊരു വണ്ടി മോഷണം. രാമൂരത്തൊരു വക്കീലിന്റെ വീട്ടിൽ നിന്നാ. ചാത്തൻ മരിച്ചപ്പോ ഞാൻ വന്നായിരുന്നല്ലോ, അന്നവിടെ കണ്ടില്ല. അന്ന് ഞാൻ വിയൂരായിരുന്നു. അങ്ങ് ചെന്നതേ ഉള്ളൂ, അതുകൊണ്ട് ലീവ് കിട്ടിയില്ല. അച്ഛൻ ചേട്ടന്റെ പണി തരാൻ വേണ്ടി ആരോ വിട്ടതാണെന്ന് ഇവിടുന്ന് സംസാരം. ഒന്ന് കുളിച്ചാലോ ശങ്കര? ഇപ്പോഴോ? എൻട്രി ഫൈറ്റ് എനിക്ക് വയ്യ. എന്നതായാലും ഒരു കുളി അതെ, അവന്മാരുടെ കൂടെ കുളിക്കേണ്ടി വരും. എന്നാ ഇപ്പൊ പിന്നെ ടോപ്പ് ഫോമിൽ പോയി കുളിക്കും. കുളിച്ചോണ്ടാണ് തുടങ്ങിയേക്കാം. കുരിയാച്ചൻ ചേട്ടന്റെ ഇഷ്ടം. കുളിച്ചേക്കാം. വാ 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 വാ. നട്ടുച്ച ആയോണ്ട് വെള്ളത്തിന് നല്ല ചൂട് അല്ലയോ? തുടങ്ങിയ ഫാസ്റ്റ്. ഓ, കടുവ കടുവ. ഓടിച്ചിട്ട് വീശി. ഓ, പിടിച്ചടുക്കി. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഇതിലിപ്പോ എന്നാത്തിനാ ഇത്ര അമാന്തം? ദേ അങ്ങേര് തെറ്റ് ചെയ്തു എന്ന് നമുക്കെല്ലാം ബോധ്യപ്പെട്ട സ്ഥിതിക്ക് പുറത്താക്കണമെന്ന് അങ്ങോട്ട് എഴുതി അയക്കണം പിതാവേ. അല്ല, അങ്ങനെ പറഞ്ഞ എങ്ങനാ? അച്ഛൻ ചെറുപ്പമില്ലയോ? അതുകൊണ്ട് അച്ഛനൊരു അവസരം കൂടി കൊടുക്കണമെന്നാ എന്റെ അഭിപ്രായം. എന്നാത്തിനുള്ള അവസരാ വിരാച്ച? അല്ല, റോബിനച്ചൻ വെറും ഒരു വൈദികൻ മാത്രമല്ല, ഈ ഉള്ളവന്റെ അനിയന്റെ മോങ്കോടാന്നുള്ള വിവരം പിതാവ് മറക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് വിളിച്ചെന്നേ ഉള്ളേ. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ തിരുവുള്ളത്തിലുണ്ടാവണം. തോമാച്ചൻ എന്റെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്കണം. അതൊക്കെ ഉണ്ട് പിതാവേ. അങ്ങ് ഈ ഫോണും വെച്ചേച്ച് അങ്ങോട്ട് ചെന്ന് നെഞ്ചും വെച്ച് ശബ്ദം കനപ്പിച്ച് ഞാൻ ഈ പറഞ്ഞു തരുന്ന പോലെ അങ്ങ് പറഞ്ഞേക്കണം. അച്ഛൻ ഒരുമാതിരി കമ്മ്യൂണിസ്റ്റുകാരെ പോലെ സംസാരിക്കരുത്. അല്ലേലും അത് അങ്ങനെ ആണല്ലോ. സത്യം വിളിച്ചു പറയുന്നവൻ ഒന്നുകിൽ സഭാവിരോധി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്. ആ ആരും ഇനി ഇതിന്റെ പേരിൽ ഒരു Politics കലഹം ഉണ്ടല്ലോ. ഉണ്ടാക്കണ്ട. വടക്ക് എവിടോട്ടേലും വല്ല യുപിക്കോ പഞ്ചാബിനോ മറ്റോ ഒരു പണിഷ്മെന്റ് പോലെ അച്ഛനെ പ്രേക്ഷിത പ്രവർത്തനത്തിന് അയക്കാം. അതിൽ കൂടുതലൊന്നും പറ്റുകയില്ല. ഇത് ഈ വിഷയത്തിന്മേലുള്ള നമ്മുടെ അന്തിമ ഉത്തരവാണ്. ഒന്നും വിടണ്ട. പകരം ഞാൻ പറയുന്ന ഇടവകയിലോട്ട് മാറ്റിയാ മതി. പറ്റുമോ? അതേതിടവക? പാല കുടമറ്റം പള്ളി. അച്ഛൻ ഈ പണി കാണിക്കരുതായിരുന്നു. അല്ലേലും കാര്യത്തോട് അടുക്കുമ്പോൾ നിങ്ങൾ ഈ വെള്ളക്കുപ്പായക്കാരെല്ലാവരും ഒന്നാണല്ലോ. ഒന്നുമില്ലേലും വടക്ക എവിടെയെങ്കിലും പോയി കുറച്ച് നരകിച്ചെന്നെ കള്ളപ്പാതിരി. ഇതിപ്പോ അച്ഛനായിട്ടയക്കൊരു ബമ്പറല്ലയോ വാങ്ങിച്ചു കൊടുത്തേക്കുന്നേ. എന്റെ മത്തായി, നീ എന്നെ അങ്ങനെയാണോ കരുതിയേക്കുന്നത്? അവൻ ഇനി കിട്ടാൻ പോണേ. നീ നോക്കിക്കോ,
ഒന്നുകിൽ ഇതോടെ പൂവമ്പാറ നന്നാവും, വടക്കനുണ്ട് അവിടെ. പട്ടം വടക്ക് ഉപേക്ഷിച്ച് അവൻ നിന്നിട്ട് വേറെ വടക്കാർക്ക്. വല്ല പണിക്കും. ഒരു കത്ത് തരാം, നീ അതുമായിട്ടൊന്ന് പാലാക്കി പോണം. കുരിയാച്ചനെ കാണണം, ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളൂ. കുരിയാച്ചന്മാരെല്ലാം മാസാണല്ലോ. തെക്കോലുണ്ട്. ജയിലിൽ നിന്നൊക്കെ പുറത്തിറങ്ങി പെട്ടെന്ന്. എന്നാടി ഈ സിനിമയിൽ ആവശ്യത്തിന് മാസം ഉണ്ട്. അത് ഐ ഗിവ് ദാറ്റ്. പക്ഷെ കുറച്ചുകൂടെ കഥ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം കൂടി സെറ്റായി. വലിയ ദൂരമല്ലോ, നീ ആളോട് പോയിട്ട് അടുത്തൊന്നും എവിടെന്നേലും വരാൻ പറ. അയാള് വട്ടുശ്ശേരിയിൽ അച്ഛൻ പറഞ്ഞിട്ട് വന്നേക്കുന്നതാ. ഇതിലെ ഇത്തരം പുഴുക്കുത്തുകൾക്ക് നേരെ കണ്ണടച്ച് കടന്നു പോകാൻ എന്നെ കൊണ്ടായിട്ടില്ല. ഇതിപ്പം അരമന കോടതിയിൽ വേറൊരു വഴിയും കാണാതെ നിന്നപ്പം തമ്പുരാനായിട്ട് എൻ്റെ മുന്നിൽ തെളിയിച്ചതാ നിന്റെ മുഖം. സ്നേഹപൂർവം വട്ടശ്ശേരിയിൽ അച്ഛൻ. 10-18 കൊല്ലമായി സാറേ ഞാനും എൻ്റെ കുടുംബവും ആ ഇടവയെ സേവിക്കാൻ തുടങ്ങിയിട്ട്. പള്ളിമേട വൃത്തിയാക്കാൻ ചെന്നതാ എൻ്റെ കൊച്ച്. അപ്പോഴാ അച്ചറ്റ പോലീസ് പറഞ്ഞ അവളുടെ ജീവിതം പോകുന്ന ഓർത്ത. ഇങ്ങനത്തെ ഭയങ്കര പവറാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസില്ലേ, കുറെ ആൾക്കാരെ പെട്ടെന്ന് സൈലൻസ് ചെയ്തു. എന്ത് ഇയാള് സൈലന്റ് ആയി. നമുക്ക് നോക്കാം. അല്ല വർഗീസ് സാറേ, ഈ വട്ടശ്ശേരിയിൽ അച്ഛൻ എന്നാത്തിനാ ഈ മാരണത്തെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? ഒരു കത്തനാര കയറി കുരിയാച്ചൻ ഇതിപ്പോ എന്നാ ചെയ്യാനാ? പണ്ട് കോളേജിൽ എന്നെ MA-ക്കും ഇവനെ BA-ക്കും പഠിപ്പിച്ചിരുന്ന ഈ വട്ടശ്ശേരിൽ അച്ഛൻ. നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട. ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് പള്ളി പോവാ. തൊട്ടിത്തരം രക്തത്തിലുള്ളതായതുകൊണ്ട് അടിക്കാനുള്ള വടി പൂവമ്പാറയായിട്ട് തന്നെ നമ്മുടെ കൈ കൊണ്ടുതരും. അതും മേടിച്ച് പുറം നടുക അങ്ങ് കീറിയേക്ക. ഇത് നമ്മുടെ മെമ്മറീസിലെ പൃഥ്വിരാജിന്റെ അനിയനല്ലേ പൂവമ്പാറ? മിഷികായൽ പ്രിയരെ, ഞാനിവിടെ ചാർജ് എടുത്ത ആദ്യ ആഴ്ച തന്നെ സംഗീത ഉപകരണങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ പിയാനോ ഒരു ദൈവിക ദാനം പോലെ ഇവിടെ കിട്ടുവാനും അത് നിങ്ങൾക്ക് മുമ്പിൽ തരക്കേടില്ലാതെ പ്ലേ ചെയ്യാനൊക്കെ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. കണ്ടത്തിൽ തെരുതുചേട്ടത്തിയോടും കുടുംബത്തോടുമുള്ള എൻ്റെ അകമഴിഞ്ഞ സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. അച്ചോ, ഇതെന്റെ മോൻ ജോസഫ്, IG ജോസഫ് ചാണ്ടി. പിന്നെ എനിക്കറിയാം, തോമ പേരപ്പം ജോസഫ് ചാണ്ടി ചേട്ടത്തി. ഇതാണ് മറ്റേ പുള്ളി. പിയാനോ തന്നീന്. ശരി, ഇറങ്ങട്ടെ. അപ്പൊ ഇങ്ങനെയാണോ അങ്ങോട്ട് പോയത്? ഇത് ഫ്ലാഷ് ബാക്ക് ആണോ? ഏത് സമയത്തും മോള് മേടിയിലോട്ട് വന്നു, ഞാൻ പഠിപ്പിച്ചുതരാം കേട്ടോ. വലിയ ഉപകാരം അച്ചോ. എന്നാ ഞങ്ങളങ്ങോട്ട് ആയിക്കോട്ടെ. ഇങ്ങനത്തെ ഭയങ്കര കരിഷ്മയുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കര കൂടുതലാണ്. കുറെ ബാബാസും ലാൻഡർ കുരിയാച്ചൻ നല്ല പിടുത്താണ്ടാ. നാട്ടി പാവം കുടിയേറ്റക്കാരോട് കാണിച്ച ചെറ്റത്തരമല്ലോ ഇവിടെ ഈ ഇടവകയിൽ ഇറക്കിയ. കത്തനാരാന്നൊന്നും നോക്കുകയല്ല, കത്തിക്കും കേട്ടോ. ഡയലോഗ് 200. തലക്കോട്ട് വിക്ടറാ. ഇത് അർജുന ഷോയിലല്ലേ? 400 രൂപയ്ക്ക് കോഴിയെ. ചെറുക്ക് തീർന്നില്ലയോ? എവിടെന്ന് എന്ത് കോഴിയാണ്? വിചാരിക്കുന്ന കുര്യാച്ചന്റെ അനിയത്തിൽ ഈനെ അവനിൽ നിന്ന് അകറ്റിയത് കുര്യാച്ചനാന്നാ. ആ പെങ്കൊച്ചിന് പ്രവർത്തകരും ഡോക്ടർ പയ്യനുമായിട്ട് നേരത്തെ മുതലുള്ള ഇഷ്ടോ. അവൾ അവനെയും കെട്ടി അയർലൻഡിന് പറക്കുകയും ചെയ്തു. അല്ല, അത് പിന്നെ ചെറുപ്പം. വിട്ടിട്ട് പോടോ. ബാബുവേ, അത് അവനങ്ങ് കൊടുത്തേര്. അവൻ കൊണ്ടുപോയി കറി വെച്ച് കൂട്ടട്ടെ. പള്ളിക്കുള്ളതാന്നേലും 900 രൂപയുടെ കോഴിയൊന്നും നമുക്ക് ദഹിക്കുകയല്ലേ. ഇത് നേരത്തെ ആലോചിച്ചുകൂടായിരുന്നു. കുരിയാച്ചന് വേണമെങ്കിൽ മേടിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു, വിട്ടുകൊടുത്തല്ലേ. പണി ഉണ്ടാക്കി വെച്ചാ അച്ഛന്റെ മുറി കൊണ്ടുപോക്കാൻ പറഞ്ഞു. ഞാനാ പറഞ്ഞേ, എനിക്ക് സമ്മാനമായി കിട്ടിയ പിയാനോ അല്ലേ, അതപ്പോ ഇരിക്കേണ്ടത് എന്റെ മുറിയിലല്ലേ. സമ്മാനം കിട്ടിയതോ? ആരാ പറഞ്ഞേ? തെറുതി ചേട്ടത്തി പള്ളിക്ക് കൊടുത്താ? അങ്ങനെയാണേ അത് അവര് പറയട്ടെ. പറയോച്ചോ, അവര് പറയും. അടുത്ത ഞായറാഴ്ച സകല ഇടവക്കാരുടെ മുന്നിൽ വെച്ച് അവരത് പറയും. പിന്നോട്ടെ,
നിങ്ങളെ ഏൽപ്പിച്ച പണി നിങ്ങൾ ചെയ്യുക. എന്നാ ഉണ്ടിട്ട് പോകാവടാ കുഞ്ഞെ. അമ്മച്ചി എന്നതായി പറയുന്നേ? അപ്പൊ കോട്ടയത്ത് പുള്ളിക്കാരൻ പോസിറ്റീവ് ക്യാരക്ടർ പോലാണല്ലോ ഇരിക്കണേ. അത് ഞാനങ്ങ് മറന്നു. ഇനിയിപ്പോ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കും. ഈശോയെ. പിള്ളേരെ അമ്മച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് പോയാ. ഒന്ന് കാണാൻ ഔസേപ്പുട്ടി തിരിച്ച് ട്രിവാൻഡ്രത്തിന് പോവാണോ? അതെ. ഹലോ, എന്നാ പറ്റി? ഇന്ന് പള്ളിയിലോട്ട് കണ്ടില്ലല്ലോ. എല്ലാരും കൂടി വരാന്ന് വിചാരിച്ചതാ. കാലത്ത് എണീച്ചപ്പോ മോന് വയ്യായിരുന്നു, പിന്നങ്ങ് ശരിയായി. എന്നേക്കാൾ ലോകപരിചയവും വിവരമൊക്കെ ഉള്ള ആളാ. സത്യത്തിൽ താൻ ഞങ്ങൾ പാലാക്കാരൊരു അഭിമാനം കേട്ടോ. പക്ഷേ ഇനി എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ പോവാ. അത് നല്ല സെൻസിലെടുക്കണം. എന്നതാ കുര്യാച്ച? ഉദവിയും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വയം അങ്ങ് മറന്നുപോകും. ലോകം തന്നെ നമ്മുടെ കാൽച്ചുവട്ടിലാണെന്ന് തോന്നിപ്പോവും. നല്ലവനായ വില്ലനാണോ? അമ്മയെ കാണാൻ വന്നല്ലേ? ചെല്ല്, അമ്മ വീട്ടിലുണ്ട്. വില്ലൻ വില്ലൻ തന്നെയാണ്. ഖുറൈശി അബ്രാഹിനെ ഇറക്കേണ്ടി വരുമോ വിവേക് അബ്രാഹിനെ ഒതുക്കാൻ? അപ്പൊ വേണ്ടി വരും. ഇതിന്റെ പകയാണ് ലൂസിഫറിൽ കിട്ടിയത്. പള്ളിക്ക് സംഭാവന കൊടുത്താണോ അതോ പൂവമ്പാറ അച്ഛന് സമ്മാനം കൊടുത്താണോ? അച്ഛന് സമ്മാനോ? എന്നാത്തിന്? അങ്ങേര് വല്ല ഓട്ട മത്സരത്തിന് ഫസ്റ്റ് അടിച്ചേച്ച് വന്ന് നിൽക്കുമായിരുന്നോ ഇന്ന് കുർബാനയ്ക്ക്? സമ്മാനം കൊടുക്കാൻ പള്ളിക്ക് കൊടുത്തത് അതിലാർക്കാ ഇത്ര സംശയം? പറ്റിയില്ല. ആ കത്തനാരത് എടുത്തോണ്ട് പോയി പള്ളിമേടയിൽ അയാളുടെ മുറി കൊണ്ടുവച്ചു. ഞങ്ങള് ചോദ്യം ചെയ്യപ്പോ അയാള് പറയാ ചേട്ടൻ ചെയ്ത് അയാൾക്ക് കൊടുത്താന്ന്. എങ്കി അത് നിറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. കുര്യാച്ചൻ അറിയാവുന്നതല്ലേ എന്റെ കെട്ടിയോൻ ചാണ്ടിച്ചായന്റെ സംഗീത ഭ്രാന്ത്. അതെ, ഇത് നശിക്കുന്ന കണ്ടപ്പോ പള്ളി ഗായക സംഘത്തിനെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി കൊടുത്തതാ. നിങ്ങളിരി, ഞാൻ പോയി ആ ഫോൺ എടുത്ത് വെച്ചും വരാം. നോക്കട്ടെ. കുര്യാച്ച, നീ ഇപ്പൊ തന്നെ ആ ബൈക്കും എടുത്തോണ്ട് ഔസേപ്പുട്ടിയുടെ പുറകെ ഒന്ന് പോണം. അവനിപ്പ ഏറിയ കൊട്ടാരമറ്റം കഴിഞ്ഞു കാണും. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാ വിളിച്ച് അവിടെങ്ങാണ്ടൊരു തുറയില് കലാപം പൊട്ടി പുറപ്പെട്ടേക്ക് വന്ന് എന്ന് കണ്ട് നേരെ തിരുവനന്തപുരത്തിന് വിട്ടോളാൻ പറ. ചെല്ല് വേഗം. ചെറുക്കറ്റ ജോലി പോകുന്ന കാര്യമാ. ചെല്ല് കുര്യാച്ച. ദാ എന്റെ 3 പിള്ളേരുടെ തന്ത ഈ ഇരിക്കുന്ന കരിങ്കണ്ടത്തി ചാണ്ടിക്കുഞ്ഞാന്നേ. അടുത്ത ആഴ്ച ഞാൻ പള്ളി വന്ന് ഉള്ളതുപോലെ പറഞ്ഞിരിക്കും. ഒന്നുമില്ല. അത് കുര്യാച്ചനാണല്ലോ. വിട്ടത് തന്നെ. താൻ കോട്ടയത്തൊന്നും കയറാതെ നേരെ തിരുവനന്തപുരത്തിന് വിട്ടോളാം. അവിടെ ഏതോ തുറയില് കലാപം എന്തോ നടക്കുവന്ന്. താൻ പൊക്കോ, എനിക്കറിയാൻ വേണ്ടത് ചെയ്യാൻ. What's the update? Now it's not in our control, sir. The right is spreading. IG, right, that makes sense. ഓൾറെഡി ഫയർ ചെയ്തു കഴിഞ്ഞു സാർ. എന്നിട്ട് അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. എങ്ങോട്ടും നെഞ്ചത്തോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അയ്യോ സാർ, മോബ് എത്ര പ്രൊവോക്ക് ചെയ്താലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവരുന്നു. സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് DGP ഓഫീസിൽ. പേരിൽ എന്തുണ്ടായാലും honestly അതൊരു നല്ല കാര്യമല്ലേ? ചെയ്തോ? Yes. Fuck him up. വെറുതെയാണ് ഇങ്ങനെ വിടിയിരിക്കണേ. ഇത് മോബ് ആരും സാധാരണ മറ്റേ ജാലിയും വേലായാലോ തന്നെയാണോ അങ്ങയുടെ ഭാവം? ഹോം മിനിസ്റ്റർ കൂടിയായ അങ്ങയും മൊത്തം ഫോഴ്സിനെയും ഇയാള് ഹൈജാക്ക് ചെയ്തേക്ക് വന്ന പ്രതിപക്ഷ ആരോപണം. എന്തായാലും വലിയതോറെ പോലും ഞാൻ 4 ജീവനെ നാം ജനത്തോട് മറുപടി പറഞ്ഞേ പറ്റൂ. ശരിയാ, അല്ലെങ്കിൽ ഇത് ഈ മിനിസ്ട്രിയുടെ മൊത്തം ഇമേജിനെയും ബാധിക്കും. അല്ലേലും അവന്മാരെല്ലാം കൂടി നാട് കത്തിച്ചു കളഞ്ഞേനെ. തോമാച്ചൻ പറഞ്ഞത് തന്നെയാണ് എന്റെയും അഭിപ്രായം. ആ സാഹചര്യത്തിൽ IG ജോസഫ് ചാണ്ടി ചെയ്തത് വളരെ ഉചിതമായ നടപടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കലാപം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചതിനെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക.
അതായിരിക്കും ഇലയ്ക്കും മുകളിലും കേടില്ലാതെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം. ഈ മന്ത്രിസഭയിലെ തന്നെയല്ലടൂ ആണ് സർ. സർ വളരെ നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന്. അതിലിപ്പോ എന്നാടോ കരിങ്കണ്ടത്തി ചാണ്ടിച്ചാന്റെ മോനൊരു തട്ടുകേട് വരുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? എനിക്കിപ്പോ ശരിയും തെറ്റിപ്പെട്ടത് മനസ്സിലാവുമല്ലോ. തന്റെ കൂടെ നമ്മളില്ലയോ? താങ്ക് യു സർ. രണ്ട് സൈഡിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എനിക്ക് ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധപ്പെടുത്താനുണ്ടായിരുന്നു. എന്നതാ? കഴിഞ്ഞ ഞായറാഴ്ച കരിങ്കണ്ടത്തി തെറുതിച്ചേട്ടത്തി പള്ളിക്കൊരു പിയാനോ തന്നായിരുന്നു. പള്ളി പിരിഞ്ഞപ്പോ പൂവമ്പാറ അച്ഛനത് മേടയില് പുള്ളിക്കാരനെ മുറി കൊണ്ടുപോയി വെച്ചു. ചോദിച്ചപ്പോ ചേട്ടത്തിയത് അച്ഛന് സമ്മാനം കൊടുത്തതാന്നാ അച്ഛൻ പറഞ്ഞത്. നാളിലെ പിതാവേ ഇതിലെന്തെങ്കിലും പറയേണ്ടത്? ചേട്ടത്തി, ഈ കാര്യത്തിലൊരു വ്യക്തത വേണമല്ലോ. പിതാവേ, ഞാൻ പിയാനോ സ്ഥലം അറിയോ? പള്ളിയല്ല, അച്ഛന് സമ്മാനം കൊടുത്തതാ. He did something nasty, man. That idiot. എന്തേലും മുട്ടാപ്പോക്ക് ഉണ്ടാക്കി പട്ടക്കാരുടെയും മെത്രാന്മാരുടെയും ചെന്നോടിക്കല്ലേ അച്ഛാ? പണ്ട് അതേ അസുഖമാണെങ്കിൽ മറ്റേ പരിപാടിയല്ലേ? താൻ കുറെ ബുദ്ധിമുട്ടും കേട്ടോ. ഈ സഭയിൽ നിന്ന് പഴിക്കാൻ നല്ലോണം ബുദ്ധിമുട്ടും. ഈ സഭയിൽ നിന്ന് അപ്പൊ എങ്ങനെയാ ചേട്ടത്തി, അതങ്ങ് ഉറപ്പിക്കുമല്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ ഈ നിൽക്കുന്ന ഔസേപ്പുട്ടി അടക്കം നിങ്ങളുടെ 3 ആൺമക്കളും കരിങ്കണ്ടത്തി ചാണ്ടിച്ചായൻ ഉണ്ടായതല്ല എന്ന്. അത് കുറച്ച് ഓവറായി പോയി. എന്നാടാ നീ പറഞ്ഞേ? ഇവിടെ വെച്ച് വേണ്ട വിധിച്ച നോട്ട് എ ഗുഡ് പ്ലേസ്. നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദോസ് ടു പീപ്പിൾ. That's not good. He doesn't like that. പൊട്ടിക്കടാ പൊട്ടിക്കടാ. തലേ തൊപ്പിയും പിന്നെ 2 ബറ്റാലിയൻ പോലീസും ഇല്ലാതെ നിനക്ക് വെടിവെച്ച് ശീലമില്ലല്ലോടാ ഔസേപ്പുട്ടി. എന്റെ കുഞ്ഞാണ് നിന്റെ തന്തയെങ്കിൽ വെക്കടാ വെടി. അങ്ങനെയുള്ള പൊട്ടിക്കേട്ടാ. നേരവും തീയതിയും വേണേ നീ ഒന്ന് കുറിച്ചു വെച്ചോ. ഇനിയുള്ള ദിവസങ്ങളിൽ നിനക്ക് മനസ്സിലായിക്കോളും, ഇതായിരുന്നു നിന്റെ ജീവിതത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട സമയമെന്ന്. സഭയുടെ മുന്നിൽ വെച്ച് വേണമായിരുന്നു ഇതൊക്കെ. എന്നാലും വല്ലാത്തൊരു കാട്ടായ്മ കുര്യാച്ച നീ കാണിച്ചത്. സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. രാജീവ് സാർ അത് വിട്, അത് നമുക്ക് വഴിയെ നോക്കാം. പക്ഷെ എന്നതൊക്കെ ആന്നേലും ഇന്നിവൻ തെറിച്ചടിച്ചോളൂ പറഞ്ഞ് ചെറ്റത്തരോ. അമ്മയുടെ പ്രായമില്ലേ ആശ്രയിക്കും? സാറേ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഒരുമാതിരി. എന്നതാണോ ഞാൻ അറിഞ്ഞേ? നീ പോയി അവരോട് ചെറ്റവർത്താനം പറയുന്നത് ഞാൻ അറിഞ്ഞു. മാപ്പ് പറയണം. എന്നതായി പറയുന്നത്? നീ മിണ്ടരുത്. നീ അത് ശരിയാണ്. പുള്ളിക്കാരി വെറുതെ അങ്ങനെ മാറ്റില്ലല്ലോ, കാരണം ചോദിക്കണ്ടായിരുന്നു. പറഞ്ഞത് ശരിയല്ല എന്ന് ഞാൻ എഗ്രി ചെയ്യുന്നു. 2 അക്ഷരം പറഞ്ഞു തന്നെ ഞാൻ. ചോദിക്കുന്നോണ്ട് കുഴപ്പമില്ല. നീ തെറിച്ചെടുത്തോട് മാപ്പ് പറയണം. പക്ഷെ ചെയ്ത തെറ്റ് മനസ്സിലായതുകൊണ്ടാ, അല്ലാതെ അവരുടെ മോന്റെ മുഴുപ്പ് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. മാപ്പ് പറയുമ്പോ അവർക്ക് അതുകൂടെ മനസ്സിലാകണം. അതങ്ങോട്ട് കയറി നിന്നോണ്ട് പറഞ്ഞാ പോരെ ചേട്ടത്തി. താൻ മാത്രം. ചേച്ചി ഓൺ ഫയർ. ഇത് മറക്കണം. ഔസേപ്പുട്ടിയോടും പറയണം അതൊന്നും മനസ്സിൽ വെച്ചേക്കരുതെന്ന്. താൻ മറക്കുവോ? എന്റെ ഔസേപ്പുട്ടിയുടെ സ്ഥാനത്ത് താനായിരുന്നേ. താൻ മറക്കുവോ? അഭിമാനമുള്ള ഒരു മകനും അങ്ങനെ മറക്കാൻ പറ്റുന്നതല്ലടോ. ചേട്ടത്തി അതീ കുരിയാച്ചൻ പശ്ചാത്തപിക്കുന്നുണ്ട്. ചേട്ടത്തിയോട് മാപ്പ് പറയാൻ അവനിപ്പോ ഇങ്ങോട്ട് വന്നേ. ചേട്ടത്തി വാക്ക് മാറ്റിയപ്പം പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അവൻ അങ്ങനെ പറഞ്ഞു പോയതാ. ഞാൻ വാക്ക് മാറ്റിയെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. എന്ത് കാരണം? മന്ത്രി തോമാച്ചനെ പ്രീതിപ്പെടുത്താൻ നിങ്ങളുടെ മോൻ കളിച്ചൊരു കളിയാത്. പശ്ചാത്താപമല്ല, ഭയം. ഈ സംസ്ഥാനം ഭരിക്കുന്ന IG ജോസഫ് ചാണ്ടിയോടും അമ്മയോടും ആ മുട്ടിയേക്കുന്നുള്ള ഭയം. ഞാൻ പുറത്താലും അമ്മച്ചി എനിക്ക് ഇപ്പൊ ഇഷ്ടമല്ല. ചേച്ചി ചെയ്യുന്നതിന് കുറച്ച് കാര്യമുണ്ട്. കണ്ടോ, എന്റെ കുഞ്ഞ് അമ്മ ഇളയത്തിങ്ങളും വഴിയാധാരമാകാനും അവൻ അനുവദിക്കുകയില്ലെന്ന് എന്റെ കുഞ്ഞത് അക്ഷരം പ്രതി പാലിച്ചു. ഇതൊക്കെ ഗ്രേ ഏരിയ ആണല്ലോ. മറ്റേ പുള്ളിക്കാരി പറയുന്നതിലും കാര്യമുണ്ട്. ആരെ സപ്പോർട്ട് ചെയ്യും? അല്ല, ഇയാൾ എന്തായാലും വില്ലനാണ്, അത് മനസ്സിലായി. പ്രത്യേകിച്ച് കുരിയാച്ചന്
നിങ്ങളോട് ഇന്ന് ഇവൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നി. ഇവന്മാർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുത്തൊരുത്തനെന്ന നിലയിൽ ആ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇവനത് അംഗീകരിച്ചു. നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ഇവിടം വരെ വന്നു. അപ്പൊ ചേടത്തി മോൻ ചെയ്ത ഉഗ്ര ശബ്ദങ്ങളുടെ കണക്ക് പറഞ്ഞ് പേടിപ്പിച്ചാലോ? കോരുന്ന മാപ്പിളയുടെ ഊര 19-ാം വയസ്സിൽ കൂട്ടി മോനും വരുന്നടാ പിള്ളേരെ. ഇറങ്ങി പോരാൻ നേരത്ത് പറഞ്ഞ ഡയലോഗ് കൂടി ഇല്ലായിരുന്നേ, പഠിപ്പിച്ച മാഷിനെ തല്ലി ചീത്തപ്പേരോട് എനിക്കായനെ. അതെ, ഡയലോഗ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാടാ അപ്പ ആരേലും എന്നതേലും ചെയ്യോ? ആര്? എന്നാ 3 ആളും എണീറ്റ് വന്ന് അപ്പയുടെ 2 വശങ്ങളായിട്ട് നിന്നേ. വാടാ. നിൽക്കുമ്പോ അപ്പ ആർക്കേലും എന്നതേലും ചെയ്യാൻ പറ്റൂടാ? ചെയ്യ പോയിട്ട് ഒന്ന് അടുക്കാൻ പോലും പറ്റുകയല്ല അല്ലേ? You have to be on your guard, man. എന്തെങ്കിലും പണി പുറകെ അതേ വന്നിട്ട പണി. അറസ്റ്റ് വാറണ്ടാ ഇങ്ങനെയാണ് എത്തിയ കുര്യാച്ച. ആ ജോസഫ് പണി തുടങ്ങി. ഞാൻ മുതല് പാറാവുകാര് വരെയുള്ള പാലാ സ്റ്റേഷനിലെ സകല പോലീസുകാരുകൾ സ്ഥലം മാറ്റിച്ചിരിക്കുക വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. ഈ പകരം SI ഡൊമിനിക് ബെഞ്ചമിൻ. അതാരാണ് തനിക്കറിയോ? താൻ പണ്ട് ചളിക്ക് വിട്ട ബെഞ്ചമിൻ സാറിന്റെ മോൻ. ഓ, അവിടെ ഹിസ്റ്ററി. വലിയ തൊട്ടിയാ ഡൊമിനിക്ക്. കൂടെ റിസർവ് ക്യാമ്പിൽ നിന്ന് എന്തിനും മടിക്കാത്ത കുറച്ച് എണ്ണോ. എടോ, താൻ സൂക്ഷിക്കണം. പോകുന്നതിന് മുമ്പ് എനിക്ക് എല്ലാരെയും ഒന്ന് കാണണമല്ലോ മൻമോഹൻ സാറേ. സാറ് കേട്ടോ, എല്ലാരും റെഡിയായി നിൽക്കുക. അവര് വന്ന് ചാർജ് എടുത്താ ഉടനെ ഇറങ്ങും. ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായി ഇല്ലയോ ശശിയേട്ടാ? ഓ, എന്താ ബുദ്ധിമുട്ട്? കാക്കി ഇട്ടാ ഇതൊക്കെ പതിവല്ലേ. ഞാൻ ഡൊമിനിക് ബെഞ്ചമിൻ. മനസ്സിലായി. നിങ്ങൾ വന്നിട്ട് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ആയിക്കോട്ടെ. രണ്ടുമല്ല, ഞങ്ങളുടെയൊക്കെ സുഹൃത്താ കുരിയാച്ചൻ. ഇവനാണോ കുണിയാച്ചൻ? ബെഞ്ചമിൻ സാറിന് ഓ, പെരുത്ത് സുഖം. This is not going to go well. സുഖം കൂടി. അമേരിക്കക്കാരുടെ പറമ്പല്ലയോ? അവരിത് വിറ്റോ? അറിയാൻ മേല. ഇന്നാള് ചോദിച്ചപ്പോഴും കൊടുക്കുന്നില്ല എന്നാ പറഞ്ഞ. അല്ല മാഷേ, അവര് ഈ വസ്തു വിറ്റോ? വിറ്റല്ലോ. നമ്മുടെ കരിങ്കണ്ടത്തെ ഐജിയാ മേടിച്ചേക്കുന്നേ, ജോസഫ് ചാണ്ടി സാറേ. ജോസഫ് പോയി. നമുക്കിതിന് സ്റ്റേ വാങ്ങിക്കണം. ഓ, എന്നാത്തിന്? ഈ ജീവിച്ചിരിക്കുന്ന നാറുകളേക്കാൾ നല്ലത് മരിച്ചു പോയ അയൽവക്ക. വക്കീല് പറ്റിയൊരെണ്ണം സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്ക്. നമുക്ക് തന്നെ ഉദ്ഘാടിച്ചേക്കാം. നീ അതിനെങ്ങനെയും ഒരു സ്റ്റേ കിട്ടുമോ നോക്ക്. കിട്ടുമെന്നേ, ഈസി ആയിട്ട് കിട്ടും. ഇവൻ സമ്മതിക്കാത്തതിന് ഞാൻ എന്നാ ചെയ്യാന്? അതൊക്കെ സമ്മതിച്ചോളും. നീ കാര്യങ്ങൾ കുര്യാച്ചൻ മുതലാളി, മുതലാളിയുടെ ബാറിൽ അടിയെടുക്കാന്ന് പറഞ്ഞൊരു കോള് വന്നായിരുന്നു. മുതലാളിയുടെ വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കുറേ പണിയുണ്ടല്ലോ. യൂണിറ്റ് മേക്ക് യുവർ മൂവ് കുര്യാച്ചൻ. അയാൾ 2-3 തവണയായിട്ട് മൂവ് വെച്ചോണ്ടിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പണിയാവും. ഇതുപോലെ ഇരിക്കും. ഗുഡ് ഗേൾ ആയിട്ട് ലഞ്ച് ഫുൾ കഴിച്ചോണം കേട്ടോ. ഗുഡ് മോർണിംഗ്. എന്തോ വരാനുണ്ടല്ലോ. അതാണ് ഇങ്ങനെ ഹാപ്പി സാധനങ്ങൾ കാണിക്കുന്നത്. ഇറങ്ങുവായോ? പിന്നെ ഇപ്പൊ ഇറങ്ങിയാലേ ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് എത്തും. ഒറ്റയ്ക്ക് പോവാതെ വർക്കി സാറിനെ കോരിയോ വല്ലോ ഒപ്പം കൂട്ടായിരുന്നു. എന്നാത്തിന്? എത്തിയിട്ട് വിളിക്കില്ലേ? വിളിക്കാടി. തോട്ടത്തിലോട്ടും തിരിഞ്ഞു നോക്കിയിട്ട് ആഴ്ച 3 അടുത്ത ആഴ്ച അവിടെ വിളവെടുപ്പുക. ഇപ്പൊ എന്തായിരിക്കും സ്ഥിതി? That's not a good sign. ഇൻഫോം ചെയ്യുന്ന ആളായിരിക്കില്ലേ, പണി ഉണ്ടാവുമല്ലോ. Oh no, that's not good. ഒന്ന് സെർച്ച് ചെയ്യണം. വാറണ്ടുണ്ട്. നിറച്ച് പിഞ്ചാണല്ലോ. അടുത്ത ആഴ്ച വിളവെടുപ്പല്ലേ മുതലാളി? അപ്പൊ കുറച്ച് പിഞ്ചൊക്കെ കയറി വരും.
വിളിച്ച് പറഞ്ഞൂടെ, ഫോൺ വിളിച്ച് പറഞ്ഞൂടെ? ഹലോ അച്ചായ അച്ചായ ഇവിടെ നിറയെ പോലീസാ. അവര് വീട് മുഴുവൻ കയറി തപ്പുക. എന്താന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എന്തോ കുഴപ്പമുണ്ട്. അച്ചായനൊന്നിങ്ങ് വേഗം വാ. കുര്യാച്ചന്റെ തന്റെ അന്നേരം കേട്ടിട്ടില്ല. മാറങ്ങോട്ട്. ഇല്ല സർ, അതവിടെ ഇല്ല. എന്താണ് അവർ സെർച്ച് ചെയ്തത്? തോക്കാണോ? വണ്ടി ഒന്ന് പരിശോധിക്കണമല്ലോ മുതലാളി. പിന്നെന്താ, ആയിക്കോട്ടെ. ഇതിന്റെ ലൈസൻസ് എവിടെ? അതിനകത്ത് തന്നെ ഉണ്ട്. തോക്കല്ല, വേറെന്താ സാധനമാണ്. മുമ്പ് ഈ തോക്കിന്റെ ലൈസൻസ് കോട്ടയം ജില്ലാ കളക്ടർ ക്യാൻസൽ ചെയ്തതാണല്ലോ. ഓ, അപ്പം അതാണ് പരിപാടി, വെറുതെ അല്ല. ഈ വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ സാറേ. മുതലാളി ഞങ്ങൾ അങ്ങ് അറസ്റ്റ് ചെയ്യുക കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ മുതലാളി ഒന്ന് ആ ജീപ്പയിലോട്ട് കയറിയാട്ടെ. വെറുതെ കൊണ്ടു ചെല്ലാനല്ല, ചതച്ചിഞ്ചപ്പരുവാക്കി കൊണ്ടു ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് മുതലാളി ഒന്ന് സഹകരിക്കണം. ചോദിച്ചു വാങ്ങിയ കൊടുത്തേക്ക്. ചുള്ളിക്കമ്പ് കൊണ്ടാണ് അടിക്കാൻ പോണേ. അപ്പോൾ നല്ല അമ്പലത്തിൽ അടിക്കും. സാറ് പേടിച്ച്, സാർ ലേശം പേടിച്ച്. കണ്ടുപിടിച്ച് സാറ്റ് ചവിട്ട്, നല്ല ചവിട്ട്. വധശ്രമം, അറസ്റ്റ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കേസ് തലയിൽ കെട്ടിയിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തിട്ട് അടുത്ത. അതാണ് പ്രശ്നം. ഇതിനാണ് ജയിലിൽ പോയി. അത് കൊള്ളാം, നല്ലതാ. ഇഞ്ചപ്പരുവം എന്നൊന്നും എനിക്ക് അറിയാൻ മേല. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ പണിതിട്ടുണ്ട്. പോരായ പറയണം. ഒരു വക്കീലിന്റെ കൂടെ കൂട്ടി വരാറുന്നില്ലേ? അപ്പൊ ഇനി നടക്കാൻ പോണാണല്ലോ ശരിക്കുള്ള കളി അല്ലേ കുര്യാച്ചൻ ചേട്ടാ? അല്ല ശങ്കര, അങ്ങോട്ടുള്ളത് യുദ്ധമാ. രണ്ടിലൊരാൾ വീണാൽ മാത്രം തീരുന്ന യുദ്ധം. അൺടൈം സെയിലും സ്റ്റോക്ക് വേരിയേഷനോ കാരണം പറഞ്ഞേക്കുന്ന. എന്നതിനും ചെയ്തേ പറ്റൂ. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. പണിഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. അതോ ഇവിടെ ഭൂഗർഭ അറയിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിടുന്ന രഹസ്യ വരം കിട്ടിയായിരുന്നു. അത് പോലീസുകാർക്ക് വേറെ പണി. അതെ, നിങ്ങക്ക് ധൈര്യമുണ്ടോ? നീ പറ. ഇതുപോലത്തെ ചെറ്റത്തരത്തിനെതിരെ പ്രതികരിക്കാനായി ഞങ്ങൾ കൂടെ ഉണ്ട്. നീ പറ. അല്ല വിക്ടറെ, നമ്മളിതിപ്പോ എന്നാ ചെയ്യാനാ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം. ഞാനിപ്പോ ഏതായാലും മുഖ്യമന്ത്രിക്കും DGPക്കും ഒരു നിവേദനം അയക്കാൻ പോവാ. നിവേദനം വെച്ചാലും മുഖ്യമന്ത്രി മറ്റേ പുള്ളി ഒരാളല്ലേ? റെയ്ഡുണ്ട് ചായ. ഇവരെല്ലാരും പേടിച്ചിരിക്കുക. പരിപാടിയാണ്. നമ്മൾ ഹാഫ് എ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് റാപ്പ് ഇറ്റ് അപ്പ് ഫോർ പാർട്ട് 1 ഓഫ് കടുവ. കൂടുതലും മാസാണ് സിനിമ, പക്ഷേ ആ മാസ് ഭയങ്കര എൻജോയബിളാണ്, എൻ്റർടൈനറാണ്. അപ്പോൾ ഞാൻ ജനറലി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മാസുള്ള സിനിമകൾ എനിക്ക് എന്താ പറയുക, അതിനേക്കാളും കൂടുതൽ താല്പര്യം കഥയുള്ള സിനിമകളാണെന്ന്. അത് ശരിയാണ്. പക്ഷേ ഈ മാസ് കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് രസമുണ്ട്. നമുക്ക് ഇപ്പോൾ മോഹൻലാലിൻ്റെ തന്നെ ഒരു ടൈമിലുള്ള കുറേ സിനിമകളുണ്ടല്ലോ, അതിൽ സിനിമ ഹിറ്റാവാനുള്ള മെയിൻ റീസൺ മാസ് തന്നെയാണ്. അതിൻ്റെ അത് കഥ ഭയങ്കരമായിട്ട് ഉണ്ടാവണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കഥ പോകും. ആദ്യം
എന്താ പറയുക, ഹീറോ വില്ലനായിട്ട് ചെറുതായിട്ടൊന്ന് പണി, അല്ലെങ്കിൽ വില്ലൻ ഹീറോയിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കും. അപ്പോൾ അതിന് ഹീറോ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യും. എന്നിട്ട് വില്ലൻ വന്നിട്ട് ഹീറോയ്ക്ക് കുറേ പണി ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് ഏറ്റവും അവസാനം ആ പണി ഉണ്ടാക്കി വയ്ക്കിയിട്ട് ചിലപ്പോൾ ആൾക്കാർ ആരെങ്കിലും മരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ നഷ്ടം. അവസാനം എന്ന് വെച്ചാൽ ഹീറോ വില്ലന് അമ്മാതിരി പണിയാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഇങ്ങോട്ടുള്ളൊരു പണി വില്ലന് ഹീറോയ്ക്ക് കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് ഹീറോ ഫുൾ സ്ട്രെങ്തിൽ പോയിട്ട് വില്ലനെ അടിച്ചൊതുക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ പോകുന്നത്. പക്ഷേ ഇതൊരു ഏജ് ഓൾഡ് പാറ്റേൺ ആണ്. നമ്മൾ ഇഷ്ടംപോലെ സിനിമകളിൽ കണ്ടിട്ടുള്ള അക്സെപ്റ്റ് ചെയ്ത ഹിറ്റായിട്ടുള്ള പാറ്റേൺ ആണ്. എന്ത് സിനിമ എടുത്താലും, ഒരു ഹീറോയുടെ മാസമുള്ള എന്ത് ഫിലിം എടുത്താലും മിക്കവാറും പാറ്റേൺ ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ അത് ചെയ്തിട്ടുള്ള രീതിയാണ് സിനിമ ഹിറ്റാക്കുന്നത്. അത് പൃഥ്വിരാജിൻ്റെ ആ ഒരു മാസമായതുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ഐ എം എ ഫാൻ ഓഫ് ദിസ്. ഐ ലൈക്ക് ദിസ് മൂവി. ഐ വുഡ് സേ 6.1 ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ്. കുറച്ചുകൂടി കൊടുക്കാം, അത്രയല്ല. ഒരു 7 കൊടുത്താലും ഐ ഡോണ്ട് എഗ്രി വിത്ത് റേറ്റിംഗ് ഇത്രയും കണ്ടത് വെച്ചിട്ട്. ഇനി സെക്കൻഡ് ഹാഫിൽ കുറച്ച് കിടപ്പുണ്ട്. കാരണം ഇപ്പോൾ ഹീറോയ്ക്കുള്ള ഏറ്റവും വലിയ പണി ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ തുടക്കത്തിൽ, സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഹീറോ അങ്ങോട്ടൊരു പണി കൊടുത്തിട്ട് വില്ലൻ വീണ്ടും റിറ്റാലിയേറ്റ് ചെയ്യുമെന്നൊരു സംശയമുണ്ട്. വില്ലൻ ഒന്നുകൂടെ റിറ്റാലിയേറ്റ് ചെയ്യാൻ സമയം കിട്ടിയാൽ ചിലപ്പോൾ ആരെങ്കിലും മരിക്കും. അത് കാണാൻ എനിക്ക് തോന്നണില്ല. അത് എന്തെങ്കിലും ട്രാജഡി ആയിരിക്കും. പിന്നെ കുറേ വില്ലന്മാരുണ്ട്. ഇയാൾ വില്ലനാണ്, മറ്റേ ആ മന്ത്രിയുടെ ടീം അവർ വില്ലന്മാരാണ്. പിന്നെ മറ്റേ അച്ഛൻ, ഒരു റേപ്പിസ്റ്റ് അച്ഛൻ, അയാൾ വില്ലനാണ്. കുറേ വില്ലന്മാരുണ്ട്. നല്ലവന്മാർ കുറച്ച് കുറവാണ്. നല്ല ആൾക്കാർക്ക് പവറില്ല. പവർഫുൾ നല്ല ആൾക്കാർ വേണം. ആ പോലീസുകാരൻ വില്ലനാണ്. ഇപ്പം കുറച്ച് കളിക്കേണ്ടി വരും. ഇപ്പോൾ ലെറ്റ്സ് സീ. Okay, so yeah, we'll watch part 2 of this. I'm actually enjoying this. ആ ഒരു മാസ്, കാരണം ആ ഒരു ചെയ്ത വഴി മാസാണെങ്കിൽ കൂടിയും ആ ചെയ്ത രീതി, സിനിമ ചെയ്ത രീതിക്ക് ഇറ്റ്സ് വെരി നൈസ്. ആ ഒരു പൃഥ്വിരാജിൻ്റെ മാസ്, ഈ മാസ് ഡയലോഗുകളൊന്നും എനിക്ക് ക്രിഞ്ച് തോന്നിയിട്ടില്ല. പറയുന്ന ഡയലോഗ്, പിന്നെ അമ്മച്ചി പറയുമ്പോൾ അതിന് കൗണ്ടർ അടിക്കുന്നത്, മറ്റേ പുള്ളിക്കൊക്കെ മാഷുകാർ കൗണ്ടർ അടിക്കുന്നത്, ഇതെല്ലാം നൈസ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് രസമുണ്ട്. ക്രിഞ്ച് മാസമല്ല, മാസ് തന്നെയാണ്, മാസമാണ്. സോ യാ, വിൽ വാച്ച് പാർട്ട് 2 ഓഫ് ദിസ് റിയാക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും റിവ്യൂ നോക്കാം. ആൻഡ് വെരി മച്ച് താങ്ക് യു സോ മച്ച് റിൻഷാൻ ഫോർ റെക്കമെൻഡിങ് ദിസ് മൂവി. നമുക്ക് വേറെ മൂവീസ് ഉണ്ടെങ്കിൽ അതുകൂടി പറയാം. ഓൾറെഡി കുറച്ച് മൂവീസ് ചെയ്യാനുണ്ട്, അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് നോക്കണം. സോ യെസ്, സ്റ്റിക്ക് അറൗണ്ട് ഫോർ ദി പാർട്ട് 2 ഓഫ് ദിസ് റിയാക്ഷൻ. Until I see you guys next video. Good night and goodbye.